ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫസ്റ്റ് ഇയർ BA ലിറ്ററേച്ചർ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ് എന്ന് പറയുന്ന സെക്ഷനിലെ 10ാമത്തെ ചാപ്റ്ററാണ് സർ റോജർ ആൻഡ് വില്യംബിൾ. ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, മെൻ ആർ ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ. ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് പലരുടെയും പല രീതിയിലാണ്. ഈവൻ ദ ഫിഗേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ആർ നോട്ട് സെയിം. ഫിംഗേഴ്സ് പോലും, കയ്യിലുള്ള ഫിംഗേഴ്സ് പോലും ഒരിക്കൽ ഒരുപോലെയല്ല. ദിസ് എസ്സേ ഈസ് എബൌട്ട് ആൻ ഓഡ് ആൻഡ് അൺകോമൺ മാൻ. വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഹു വേസ്റ്റഡ് ഹിസ് നോളജ് ബിക്കോസ് ഓഫ് ഹിസ് ഫാൾസ് ഡിഗ്നിറ്റി. അദ്ദേഹത്തിൻ്റെ നോളജ് മുഴുവൻ ഫാൾസ് ആയിട്ടുള്ള ഒരു ഡിഗ്നിറ്റിയുടെ പേരിൽ, ഫാൾസ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരഭിമാനം കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. ബി യൂസ്ഫുൾ ടു ദ നേഷൻ ആൻഡ് ടു ദ വേൾഡ്. അപ്പം നമുക്ക് ലോകത്തിന് ഗുണപ്രദമായിട്ട് ജീവിക്കാൻ കഴിയണം. ഡോണ്ട് ഫാൾ ആസ് വിക്ടിംസ് ടു ഫാൾസ് ഡിഗ്നിറ്റീസ്. അപ്പോൾ ലോകത്തിന് വേണ്ടി ഗുണം ചെയ്യാൻ നമുക്ക് കിട്ടിയ കഴിവുകൾ ലോകത്തിന് വേണ്ടി ഉപയോഗപ്രദമാക്കാൻ, അത് മറ്റുള്ളവർക്ക് ഗുണപ്രദമാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഈ ദുരഭിമാനം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓദർ എന്ന് പറയുന്നത് ആരാണ്? ജോസഫ് എഡിസണാണ്. വാസ് ആൻ ഇംഗ്ലീഷ് എസ്സൈസ്റ്റ് ആൻഡ് പോയറ്റ്. ഹി വാസ് എ മാൻ ഓഫ് ലെറ്റേഴ്സ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എൽഡസ്റ്റ് സൺ ഓഫ് ലാൻസ്ലോട്ട് എഡിസൻ്റെ ഒരു ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു. ആൻഡ് ലേറ്റർ ദ ഡീൻ ഓഫ് ലിച്ച്ഫീൽഡ് ഡീനായി. ഹിസ് നെയിം ഈസ് യൂഷ്വലി റിമെമ്പേർഡ് അലോങ് സൈഡ് ദാറ്റ് ഓഫ് ഹിസ് ലോങ് സ്റ്റാൻഡിങ് ഫ്രണ്ട് റിച്ചാർഡ് സ്റ്റീലിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. വിത്ത് ഹും ഹി ഫൗണ്ടഡ് ദ സ്പെക്ടേറ്റർ മാഗസിൻ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡിസൺ വാസ് ബോൺ ഇൻ മൈൽസ്റ്റൺ, വിൽഷയർ, ബട്ട് സൂൺ ആഫ്റ്റർ ജോസഫ് ബർത്ത് ഹിസ് ഫാദർ വാസ് അപ്പോയിൻറ്റഡ് ഡീൻ ഓഫ് ലിഞ്ച്ഫീൽഡ്. ലിഞ്ച്ഫീൽഡിലെ ഡീനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം ദ അഡിസൺ ഫാമിലി മൂവ്ഡ് ഇൻ ടു ദ കത്തീഡ്രൽ ക്ലോസ്. അവിടുന്ന് പിന്നെ അവർ കത്തീഡ്രൽ ക്ലോസിലേക്ക് ഫാമിലി മൊത്തമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ലംബർ ടൗൺ യൂണിവേഴ്സിറ്റി ആൻഡ് ചാർട്ടർ ഹൗസ് സ്കൂൾ. ഇവിടെ നിന്നാണ് അദ്ദേഹം പഠനം നിർവഹിക്കുന്നത്. വേർ ഹി ഫസ്റ്റ് മെറ്റ് സ്റ്റീൽ, അവിടെ വെച്ചിട്ട് സ്റ്റീലിനെ കാണുന്നു. ആൻഡ് അറ്റ് ദ ക്യൂൻസ് കോളേജ് ഓക്സ്ഫോർഡ്, അവിടെ വെച്ചിട്ടും അദ്ദേഹം കാണുന്നുണ്ട്. ഹി എക്സൽഡ് ഇൻ ക്ലാസിക്സ്, ബീങ് സ്പെഷ്യലി നോട്ടഡ് ഫോർ ദ ലാറ്റിൻ വേർഡ്സിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കുകളിലൊക്കെ അദ്ദേഹം കൂടുതൽ പ്രാവീണ്യം നേടുകയാണ്. ആൻഡ് ബിക്കെയിം എ ഫെലോ ഓഫ് മാഗ്ദലൻ. ഇൻ 1693 ഹി അഡ്രസ്ഡ് എ പോയം ജോൺ ഡ്രൈഡൻ്റെ ഒരു പോയം അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു. ദ ഫോമർ പോയറ്റ് ലോറേറ്റ് ആൻഡ് ഹിസ് ഫസ്റ്റ് മേജർ വർക്ക്, എ ബുക്ക് അബൌട്ട് ദ ലൈഫ്സ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റുകളുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു പുസ്തകം ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1694 ആൻഡ് ഹിസ് ട്രാൻസ്ലേഷൻ ഓഫ് വെർജിൽസ് ജോർജിക്സ് ഇൻ സെയിം ഇയർ. അപ്പോൾ ട്രാൻസ്ലേഷൻ ജോർജിക്സിലും ഈ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. സച്ച് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ഇംഗ്ലീഷ് വേഴ്സ് വെയർ സോ സക്സസ്ഫുൾ. ആദ്യത്തെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ് വേഴ്സിൽ. സക്സസ്ഫുൾ ടു ഒബ്റ്റെയിൻ ഫോർ ഹിം ദ ഫെലോഷിപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഡ്രൈഡൻ. അപ്പോൾ ഡ്രൈഡൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ ഫെലോഷിപ്പൊക്കെ ലഭിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു. ലോർഡ്സ് സോമേഴ്സ് ആൻഡ് ചാൾസ് മോർട്ടിഗ്യൂ, ലേറ്റർ ലോർഡ് ഹാലിഫാക്സ്, by whose means he received in 1699 a pension of $300 to enable him travel widely on the continent of Europe with a few diplomatic employment. അപ്പോൾ 1699 $300 പെൻഷനോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്പ് മുഴുവൻ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്ലോമാറ്റിക്കൽ എംപ്ലോയ്മെൻറ്റ്. ഓൾ ദ ടൈം റൈറ്റിംഗ് ആൻഡ് സ്റ്റഡിങ് പൊളിറ്റിക്സ്. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ട്രാവലിംഗ്. വൈൽസ് ഇൻ സ്വിറ്റ്സർലാൻഡ് ഇൻ 1702, അങ്ങനെ 1702 അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലെത്തുമ്പോൾ ഹി ഹേർഡ് ദ ഡെത്ത് ഓഫ് വില്യം തേർഡ്. അദ്ദേഹം വില്യം തേർഡിൻ്റെ ഡെത്ത് കേൾക്കുകയും ആൻഡ് ഈവൻറ്റ് വിച്ച് ലോസ്റ്റ് ഹിസ് പെൻഷൻ. അങ്ങനെ അദ്ദേഹത്തിന് പെൻഷൻ നഷ്ടമാകുകയും അദ്ദേഹം മരിച്ചതോടുകൂടി പെൻഷൻ നിർത്തലാക്കുകയും ചെയ്യാണ്. This was because of the influential contacts. Halifax and Somers had lost their employments
വിത്ത് ദ ക്രൗൺ. അപ്പോൾ ഇവർക്ക് ഈ ക്രൗണുമായിട്ട് അല്ലെങ്കിൽ ഈ കിരീടാവകാശിയിൽ നിന്നുള്ള ജോലികൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു പെൻഷനും കൂടി ഇല്ലാതായത്. ഹി റിട്ടേൺ ടു ഇംഗ്ലണ്ട് ഇൻ ദ എൻഡ് ഓഫ് 1703. 1703 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നു. ഫോർ എ ഷോർട്ട് ടൈം ഹിസ് സർക്കംസ്റ്റാൻസസ് വെയർ സം വാട്ട് സ്ട്രൈറ്റൻഡ്. ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങിയിരിക്കുന്നു. ബട്ട് ദ ബാറ്റിൽ ഓഫ് ബ്ലെൻഹെയിം in 1704 gave him a fresh opportunity of distinguishing himself. അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റിയായി ഈ ഒരു ബാറ്റിൽ എന്ന് പറയുന്നത്. 1704 ഉള്ള ദ ഗവൺമെൻറ് വിഷ്ഡ് ദ ഈവൻറ്റ് കമ്മമറേറ്റഡ് വിത്ത് ബൈ എ പോയം. അപ്പോൾ ഇതൊരു പോയം എഴുതാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആഗ്രഹിച്ചു. അഡിസൺ വാസ് കമ്മീഷൻ ടു റൈറ്റ് ദിസ്. അങ്ങനെ അഡിസനോടാണ് ഈ പോയം എഴുതാൻ വേണ്ടി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദ ക്യാമ്പയിൻ. അങ്ങനെ ക്യാമ്പയിനിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. which gave such a satisfaction that he was forthwith appointed a commissioner of appeals in the government of Halifax. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സാറ്റിസ്ഫാക്ഷൻ വാസ് ഫോർത്ത് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു കമ്മീഷണർ ഓഫ് അപ്പീലിൻ്റെ കമ്മീഷണറായിട്ട് ഹാലിഫാക്സിൽ. ഹിസ് നെക്സ്റ്റ് ലൈബ്രറി വെഞ്ചർ വാസ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ട്രാവൽ ഇൻ ഇറ്റലിയിലൂടെ സഞ്ചരിച്ച ട്രാവലിനെ പറ്റി അദ്ദേഹം പിന്നീട് അതിനെപ്പറ്റിയൊരു വിവരണം. which was followed by the opera of റോസ്മണ്ടിലെ ഒപ്പേറ 1775. The Whigs having obtained the ascendancy, Addison was made under Secretary of State and accompanied Halifax on a mission of Hanover. അപ്പോൾ എന്താണ് ഒരു ഹാനോവറിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിയമനം. 1708 1708 he became MP for the Rotten Borough of ലോസ്റ്റ് വിത്തേൽ. അപ്പോൾ റോസ്റ്റ് വിത്തേൽ MP ആയിട്ട് പിന്നീട് അദ്ദേഹം മാറുകയാണ്. ഫോർ വിച്ച് ഹി സാറ്റ് അൻറ്റിൽ 1709. അങ്ങനെ ഒരു വർഷം അവിടെ MP ആവും. അഡിസൺ വാസ് ഷോർട്ട്ലി ആഫ്റ്റർവേർഡ് അപ്പോയിൻറ്റഡ് സെക്രട്ടറി ടു ദ ന്യൂ ലോർഡ് ലെഫ്റ്റനൻറ്റ് ഓഫ് അയർലാൻഡ്. അപ്പോൾ ന്യൂ ലോർഡ് ലെഫ്റ്റനൻ്റ് ആയിട്ട് പിന്നീട് അപ്പോയിൻമെൻറ്റ് വരികയാണ് ഈ MP ആയതിനു ശേഷം. ലോർഡ് വാർട്ടൺ ആഫ്റ്റർ ആൻഡ് കീപ്പർ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ കൺട്രി. അങ്ങനെ കീപ്പർ ഓഫ് റെക്കോർഡ്സ് ആയിട്ടൊക്കെ. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വാർട്ടൺ ഹി വാസ് MP ഫോർ ഖവാൻ ബറോ ഫ്രം 1909 അൻറ്റിൽ 1709 അൻറ്റിൽ 1713. അപ്പോൾ 1730 വരെ പിന്നെ അവിടുത്തെ ഒരു MP ആയി മാറുകയാണ്. 1710 ഹി ബിക്കെയിം MP ഫോർ മാംസ്ബറിയിൽ MP ആയിട്ട് പിന്നീട് 1710 അവിടെയും ആവുന്നുണ്ട്. ആൻഡ് ഹിസ് ഹോം കൺട്രി വിൽഷെയർ ഹോൾഡിംഗ് ദ സീറ്റ് അൻറ്റിൽ ഹിസ് ഡെത്ത്. അങ്ങനെ മരണം വരെ അദ്ദേഹം അവിടുത്തെ MP ആയിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. വിൽവിംബിൾ എ ഫ്രണ്ട് ഓഫ് സർ റോജർ ഡി കവർലി. റോജർ ഡി കവർലിയുടെ പിന്നെ ഫ്രണ്ടാണ് വിൽവിംബിൾ. എ മാൻ ഓഫ് ഏജ് ബിറ്റ്വീൻ 40 and 50, 40-50 വയസ്സുണ്ട്. വാസ് യങ്ങർ ബ്രദർ ഓഫ് എ ബരോനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇടപ്രഭുവിൻ്റെ ഒരു പിന്നെ എന്താണ് യങ്ങർ ബ്രദറായിട്ടാണ് വരുന്നത്. ഹി വാസ് വെരി സ്കിൽഫുൾ അറ്റ് ഹണ്ടിങ്, ഫിഷിങ്, വീവിങ് ആൻഡ് നീറ്റിങ് എക്സെട്ര. ഇതിലൊക്കെ വളരെ സ്കിൽഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. ബട്ട് ഹി വാസ് ഗുഡ് അറ്റ് കോൺവെർസേഷൻ, സംസാരത്തിലും വളരെ ഗുഡാണ്. ആൻഡ് ഹാഡ് എ ഹേർട്ടി നേച്ചർ, വളരെ ഹൃദ്യമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഹി വാസ് എക്സ്ട്രീംലി പ്ലസൻ്റ് ആൻഡ് സോഷ്യബിൾ, വളരെ പ്ലസൻ്റാണ്, സോഷ്യബിളാണ്. ബൈ വെർച്യൂ ഓഫ് ദീസ് ക്വാളിറ്റീസ് ഹി ഹാഡ് ബിക്കം ദ ഡാർലിംഗ് ഓഫ് ദ കൺട്രി. അങ്ങനെ ഡാർലിംഗ് കൺട്രിയുടെ അരുമയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ആൻഡ് എ പർട്ടിക്കുലർ ഫേവറേറ്റ് ഓഫ് ഓൾ ദ യങ് ഹെയർസ്, അതിൻ്റെ എന്താണ് പിന്നീട് വരുന്നത് പിൻഗാമികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി വിൽവിംബിൾ വേസ്റ്റഡ് ഹിസ് ടാലൻസ് ഇൻ ട്രിഫ്ലിംഗ് പെർസ്യൂട്ട്സ്. അദ്ദേഹം വളരെ ട്രിഫ്ലിംഗ് ആയിട്ടുള്ള വലിയ എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊന്നും ഉപയോഗപ്പെടുത്താണ്ടിരിക്കുകയാണ്. ഹിസ് സെൻസ് ഓഫ് ഡിഗ്നിറ്റി സ്റ്റുഡ് ഇൻ ദ വേ ഓഫ് ഹിസ് അഡാപ്റ്റിംഗ് പ്രൊഫഷൻ ദാറ്റ് മൈറ്റ് ഹാവ് മെയ്ഡ് ഹിം പ്രോസ്പെറസ് ആസ് വെൽ ആസ് യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെമ്പറായി തീരാനും അതുപോലെ എന്താണ് ഒരു എന്താണ് ടാലൻ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ അതിനൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഡിഗ്നിറ്റിയാണ്, ഈ ദുരഭിമാനമാണ് ഇതിന് കാരണം. He had no doubt proved unfit for the study of divinity, law and medicine. അദ്ദേഹം എന്താണ് നോ ഡൗട്ട് പ്രൂവ്ഡ് അൺഫിറ്റ് എന്ന് പറയാനില്ല.
അദ്ദേഹം എല്ലാത്തിനും ഡിവിനിറ്റിക്കോ അല്ലെങ്കിൽ ലോയ്ക്കോ മെഡിസിനൊക്കെ പഠിക്കാം. ബട്ട് ഹി വാസ് പെർഫെക്റ്റ്ലി സ്യൂട്ടഡ് ടു ദ ഒക്കുപേഷൻസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വിച്ച് ഹീ ഷണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് അരിസ്ട്രോക്രാറ്റിക് ഫീലിംഗ് ഓഫ് സോഷ്യൽ സുപ്പീരിയോറിറ്റി ഉള്ള അരിസ്ട്രോക്രാറ്റിക് ഫീലിംഗിൽ അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നില്ല. ഹിയർ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് അഡിസൺസ് ടാലൻറ്റ് ഫോർ ഡെപ്പിക്റ്റിംഗ് ക്യാരക്ടർ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വിൽവിംബിൾ ഹാസ് വെരി വിവിഡ്ലി ബീൻ ഡെലിനേറ്റഡ്. വിൽവിംബിളിനെ പറ്റിയാണ് പറയുന്നത്. അഡിസൺ ഫെൽറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ വിൽവിംബിൾ ബിക്കോസ് ഓഡ് ആൻഡ് അൺകോമൺ ക്യാരക്ടർ ആർ ദ ഗെയിം ദാറ്റ് ഐ ടുക്ക് ഫോർ ആൻഡ് മോസ്റ്റ് ഡിലൈറ്റ് ഇൻ. അപ്പോൾ ഓഡ് അൺകോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കാനാണ് ഈ ഇദ്ദേഹത്തിന് അഡിസന് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഇവനെ പറ്റി പഠിക്കുന്നത്. ആൻഡ് വിൽ ബിലോങ്ഡ് ടു ദിസ് കാറ്റഗറി. വില്ല് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദിസ് ഇൻട്രസ്റ്റ് ഇൻ വിൽ ആസ് ആൻ ഓഡ് ആൻഡ് അൺകോമൺ ക്യാരക്ടർ, അഡിസൺ ഹാസ് എ മോറൽ ടു പ്രീച്ച്. അഡിസന് ഒരു മോറലായിട്ടുള്ളൊരു കാര്യം അഡിസൺ പറയുകയാണ്. ഇറ്റ് ഡിസ്ട്രസ്ഡ് ഹിം ടു സീ സച്ച് എ ഗുഡ് ഹെർട്ട് ആൻഡ് സച്ച് ബിസി ഹാൻഡ്സ് വോളി എംപ്ലോയിഡ് ഇൻ ട്രിഫിൾസ്. അപ്പോൾ ഇങ്ങനെ ബിസി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇത്തരത്തിലുള്ള കുസൃതികളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. സോ മച്ച് ഹ്യൂമാനിറ്റി പ്രൂവിങ് സോ ലിറ്റിൽ ബെനിഫിഷ്യൽ ടു അതേഴ്സ്. ഒരുപാട് ഹ്യൂമാനിറ്റി ഉണ്ടായതുകൊണ്ട് ആളുകൾക്ക് ഒന്നൊരു പ്രയോജനവും ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ആൻഡ് സോ മച്ച് ഇൻഡസ്ട്രി സോ ലിറ്റിൽ അഡ്വാൻസ് ടു വിൽ ഹിംസെൽഫ്. ഇൻഡസ്ട്രിയസ് ആയിട്ട് പോലും അദ്ദേഹത്തിന് പോലും ഗുണപ്രദമല്ല. വിൽ വാസ് എസെൻഷ്യലി ആൻ ഐഡിയലർ. ഒരു മടിയനായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ബട്ട് ഇഫ് ഹി ഹാഡ് എൻറ്റേർഡ് ട്രേഡ് ഓർ കൊമേഴ്സ് ഹി കുഡ് ഹാവ് ഡൺ മച്ച് ഗുഡ് ടു ദ കൺട്രി ആസ് വെൽ ആസ് ടു ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹം ട്രേഡിലോ കൊമേഴ്സിലോ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഈ ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് ഏർപ്പെടുന്നില്ല. ആസ് വെൽ അഡിസൺ ഡിപ്ലോർസ് ദ ഫാൾസ് ഡിഗ്നിറ്റി which in those days prevented younger sons of aristocratic family from doing anything worthwhile. അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം ഒരു കുറ്റമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അരിസ്ട്രോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വരേണ്യവർഗ്ഗങ്ങളായിട്ടുള്ള ഫാമിലികളിലൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു പ്രശ്നമാണിത്. അവർക്ക് ദുരഭിമാനം മാറ്റി വെച്ചിട്ട് ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ അവർക്ക് കഴിയില്ല. അവർ അതേപോലെ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ദ എൽഡസ്റ്റ് സൺസ് ഓഫ് കോഴ്സ് ഇൻഹെറിറ്റഡ് ദ ആൻസസ്റ്റർ ടൈൽസ് ആൻഡ് പ്രോപ്പർട്ടി. എൽഡസ്റ്റ് സൺ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വൈൽ ദ യങ്ങർ സൺസ് വെയർ ലെഫ്റ്റ് ടു ഫെൻഡ് ദംസെൽസ് ആൻഡ് ജനറലി ഫോളോഡ് വിൽവിംബിൾസ് പാറ്റേൺ ഓഫ് ലൈഫ്. അപ്പോൾ എൽഡസ്റ്റ് സണ്ണാണ് ഈ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ യങ്ങർ സൺ ആകുമ്പോൾ യങ്ങർ സൺ എന്തായി മാറുകയാണ് ചെയ്യുന്നത്, അവർ വിൽവിംബിളിൻ്റെ പോലെ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. അഡിസൺ ഹിയർ ലൈവ്സ് അപ്പ് ടു ഹിസ് റോൾ ഓഫ് ക്രിട്ടിക് ഓഫ് ഹിസ് ഏജ് ആൻഡ് ഇറ്റ്സ് ഫോളീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെ വളരെ ക്രിട്ടിക്കായിട്ടുള്ള രീതിയിൽ വിലയിരുത്തുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും വിൽവിംബിളിനെ. അപ്പോൾ വിൽവിംബിൾ ദോ മെയ്ഡ് ആൻ എഗ്രിയബിൾ ആൻഡ് ലൈക്കബിൾ പേഴ്സൺ ഈസ് ആക്ച്വലി ദ ടാർഗറ്റ് ഓഫ് അഡിസൺസ് റെഡിക്യൂൾ ആൻഡ് മക്കറി. ഇതിൽ അതിനെപ്പറ്റി വളരെ എഗ്രിയബിൾ പേഴ്സൺ ആയിട്ടാണ് അഡിസൺ അവതരിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം ഇതിൻ്റെ മോക്കറി ശരിക്കും ഇവിടെ തുറന്നു കാട്ടുന്നുണ്ട്. The whole description of William's occupations and entertainments is written of course in a humorous way. അപ്പോൾ വളരെ ഹ്യൂമറസ് ആയ രീതിയിലാണ് ഇതിലൂടെ അഡിസൺ ഈ വിൽവിംബിളിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ അരിസ്ട്രോക്രസി നമ്മളുടെ പ്രവർത്തനങ്ങൾക്കൊരു തടസ്സമായി നിൽക്കുന്ന ഒരു ഇതാണ്. ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ നോബൽസിൻ്റെയൊക്കെ വീടുകളിൽ ഇതേപോലെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അവർ അവരുടെ ആഠ്യത്വം ഉൽപ്പേക്ഷിക്കാനും പറ്റില്ല, ജോലിക്ക് പോകാനും പറ്റില്ല എന്ന രീതിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ജാക്ക് എന്ന ഫ്രഷ് വാട്ടർ ഫിഷാണ്. ബൗളിംഗ് ഗ്രീൻ എന്ന് പറയുന്ന ഗ്രീൻ സ്മൂത്ത് ഗ്രാസി പ്ലോട്ട് യൂസ്ഡ് ഫോർ ബൗളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബൗളിംഗ് ഗ്രീൻ. മേ ഫ്ലൈ എന്ന് പറയുന്നത് ടോയ് ഫ്ലൈ ആണ്. മെയ്ഡ് ടു ടെംപ്റ്റ് ഫിഷ് ടു സോളോ ദ ബൈറ്റ്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഏരാനെ കോർക്കുന്ന ഒരു തരം ഫ്ലൈ ആണ്. ആംഗിൾ റോഡ്സ് എന്ന് പറയുന്നത് ഫിഷ് പിടിക്കുന്ന സാധനം. ഡിവിനിറ്റി എന്ന് പറഞ്ഞാൽ ക്ലർജിമാൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ പാതിരിമാരുടെ പ്രൊഫഷൻ. ഫിസിക് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന മെഡിസിനെയാണ്. ഇനി വൈൽ സ്വിറ്റ്സർലാൻഡ് ഇൻ 1707, അപ്പോൾ 1709 1702 അഡിസൺ വില്യം തേർഡിൻ്റെ ഡെത്തിനെ പറ്റി കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ പെൻഷൻ പോവുകയും ചെയ്യുന്നത്. അഡിസൺ വാസ് ആൻ MP കമൻ ബറോ. അതിപ്പോൾ 1709 1713 അല്ലേ, അത് കറക്റ്റാണ്, ആ കാലഘട്ടത്തിലാണ്. വില്യംബിൾ വാസ് നോട്ട് എക്സ്ട്രീംലി പ്ലസൻറ്റ് ആൻഡ് സോഷ്യബിൾ അല്ലേ. വില്യംബിൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് എക്സ്ട്രീംലി പ്ലസൻറ്റ് സോഷ്യബിളും ആയിരുന്നില്ല.
വില്യം വേസ്റ്റഡ് ഹിസ് ടാലൻസ് ഇൻ ട്രിഫ്ലിംഗ് പെർസ്യൂട്ട്. ട്രിഫ്ലിംഗ് ആയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അഡിസൺ ഡെവലപ്സ് എ ട്രൂ ഡിഗ്നിറ്റി വിച്ച് ഇൻ ദോസ് ഡേയ്സ് പ്രിവെൻറ്റഡ് യങ്ങർ സൺസ് ഓഫ് അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ് ഫ്രം ഡൂയിങ് എനിത്തിങ് വർത്ത് വൈൽ. അപ്പോൾ നല്ല രീതിയിലത്തേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക സമൂഹത്തിന് വേണ്ടി എന്നുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലെ ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്ന കാര്യം. അത് അഡിസൺ അതാണ് ഇവിടെ ഡിപ്ലോർ ചെയ്യുന്നത്, തുറന്നു കാട്ടുന്നത്. ഇനി അഡിസൺ വാസ് ബോൺ ഇൻ, ഏത് കാലഘട്ടത്തിലാണ് അഡിസൺ ജനിച്ചത്? വിൽസ്റ്റൺ അല്ലേ, വിൽഷെയറിലാണ് അഡിസൺ ജനിച്ചത്. കാലഘട്ടമല്ല, ഇവിടെ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. വില്യം എ ഫ്രണ്ട് ഓഫ് ഡാഷ്, എ മാൻ ബിറ്റ്വീൻ 40 and 50. റോജർ ഡി കവർലിയുടെ ഫ്രണ്ടായിരുന്നു വില്യം ഡാഷ്. ഹിയർ ലൈസ് അപ്പ് ടു ഹിസ് റോൾ ക്രിട്ടിക് ഓഫ് ഹിസ് ഏജ് ആൻഡ് ഹിസ് പോളീസ്. വില്യം ഒക്കുപ്പേഷൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഈസ് റിട്ടേൺ ഓഫ് കോഴ്സ് ഇൻ എ ഡാഷ് വെയിൻ, എന്താണ് ഹ്യൂമറസ് വെയിനിലാണ് പറയുന്നത്. ദോസ് കമ്പനി ഡു വി സി വില്യം കുട്ടികളുടെയൊക്കെ കമ്പനിയിൽ ട്രിഫ്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളായിട്ടാണ് വില്യം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വൈ ഡിഡിൻറ്റ് വില്യം ടേക്ക് അപ്പ് ഗ്രെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ്, അവരുടെ ആ ഫാൾസ് ഡിഗ്നിറ്റിയാണ്. വൈ വാസ് ഹി കോൾഡ് ദ ഡാർലിംഗ് ഓഫ് ദ കൺട്രി, കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റമൊക്കെയാണ് ഡാർലിംഗ് ആക്കി അദ്ദേഹത്തിനെ മാറ്റിയത്. ഇൻ വാട്ട് വേ ഡിഡ് ദ ഫാൾസ് പ്രൈഡ് ഓഫ് ദ ആൻസിസ്റ്ററി എഫക്ട് ദ പ്രോസ്പെരിറ്റി ഓഫ് ദ കൺട്രി. ഇപ്പോൾ ഈ നമ്മളുടെ പൗരാണികമായ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ പാരമ്പര്യത്തിലെ അഭിമാനം കൊണ്ട് അഹന്ത കൊണ്ട് ദുരഭിമാനത്തോടു കൂടെ ജീവിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാകുന്നതിനെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന എസ്സയാണിത്. വില്യം ഇസ് ഓൾവേസ് ബിസി അറ്റ് ആൻ ഐഡിയലർ അല്ലേ, ബിസി ആയിരുന്നെങ്കിൽ ഐഡിയലർ ആയിരുന്നു വില്യം. അപ്പോൾ അതിനെ പറ്റിയിട്ടും എസ്സേ പറയാം. ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.